ഹായ് ഹലോ, എൻ്റെ പേര് ആരതി. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നത്. എക്സ്പെഷ്യലി ഇതൊരു സെൻസിറ്റീവ് സ്കിൻകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയ ഒരു ബെസ്റ്റ് അലോവേറ ജെല്ലാണ്. കാരണം എല്ലാ സ്കിൻകാർക്കും ഇത് സൂട്ടബിൾ ആണ്, ഈ ഒരു അലോവേറ ജെൽ. എന്നാലും പ്രത്യേകിച്ച് ഒരു സെൻസിറ്റീവ് സ്കിന്നിന് ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. ഞാൻ ഈ സെൻസിറ്റീവ് സ്കിൻ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് അളന്ന് കുറിച്ച് മുറിച്ച് വാങ്ങുന്ന ഓരോ വ്യക്തികളാണ്. കാരണം ഓരോ സ്കിൻ കെയർ പ്രോഡക്റ്റും നമ്മൾ വാങ്ങുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം വാങ്ങുന്ന ആൾക്കാരാണ് ഇന്ന്. പക്ഷെ പണ്ട് അങ്ങനെയല്ല, ഒരു അഡ്വർടൈസ്മെന്റിന് മുമ്പിൽ നമ്മൾ മുട്ടുമടക്കും. എന്നാൽ ഇന്ന് അങ്ങനല്ല. എത്ര അഡ്വർടൈസ്മെന്റ് കണ്ടാലും നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ അത് 100 പ്രാവശ്യം ചിന്തിച്ച് അത് നമ്മുടെ സ്കിന്നിന് സൂട്ടാണോ എന്നൊക്കെ ചിന്തിച്ച് നോക്കുകയും റിവ്യൂ കാണിക്കുകയും ഒക്കെ ചെയ്ത് വാങ്ങുന്നതാണ്. അങ്ങനെ ഞാൻ വാങ്ങിയ ഒരു അലോവേര ജെല്ലാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ അലോവേര ജെല്ലിന്റെ പേര് ബ്ലൂ മിസ്റ്റ് എന്നാണ്. ബ്ലൂ മിസ്റ്റ് അലോവേര ജെല്ലാണ്. അപ്പോൾ ഞാൻ ഈ അലോവേര ജെല്ല് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് എത്രത്തോളം പെട്ടെന്ന് അബ്സോർബ് ആകുന്നു എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഭയങ്കര അബ്സോർപ്ഷൻ പെട്ടെന്നാണ്. കണ്ടല്ലേ, നല്ല രീതിയിൽ അബ്സോർബ് ആകും. നമുക്കിത് ലിപ്പിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ അലോവേര ജെല്ലിനെ കുറിച്ച് എന്താണ് ഇത്ര പറയാനുള്ളത്? നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു സാധനമാണല്ലോ ഈ അലോവേര ജെല്ല്. പക്ഷെ ഇതിനെ കുറിച്ച് എനിക്ക് 10 പറയാനുണ്ട്. കാരണം അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ്. നമുക്ക് ഈ അലോവേര ജെല്ല് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്ന് ഇത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഇത് യൂസ്ഫുൾ ആയത് ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ത്രെഡ് ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ എല്ലാവരും ത്രെഡ് ചെയ്യുന്നവരുമാണ്, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നവരാണ്. അങ്ങനെ ത്രെഡ് ചെയ്യുക, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് റെഡിഷ് ആകുകയും അതോടൊപ്പം തന്നെ ഇച്ചിങ് ഉണ്ടാകുകയും ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ബബിള് പോലെ സ്കിന്നിൽ വരികയും ചെയ്യാറുണ്ട്. എനിക്ക് അലർജിക്കായിട്ട് വരുന്നതാണ്. ഇതേപോലെ ഫേഷ്യൽ ഹെയർ റിമൂവൽ ചെയ്യുമ്പോഴും ത്രെഡ് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് അലർജിക്കാണ്. കാരണം എന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട്. അങ്ങനെ അലർജിയും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഈ ഒരു അലോവേര ജെല്ലാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിമിഷങ്ങൾക്കകമാണ് അതൊരു റിലീഫ് കിട്ടുന്നത്. സാധാരണ സ്ഥിതിയിൽ എനിക്കിത് വന്നു കഴിഞ്ഞാൽ അത് എന്താ മെഡിസിൻ ഒക്കെ കഴിച്ച് അത് താന്നു പോകുമ്പോൾ സ്കിൻ ഇങ്ങനെ പൊരിഞ്ഞു പൊളിഞ്ഞതുപോലെ ഇരിക്കും. അപ്പോൾ അത് കുറെ നാൾ നിൽക്കും. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താണ് അത് മാറ്റിയെടുക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. കാരണം ഇത് ഈ കുഞ്ഞു പിമ്പിൾസ് ഇങ്ങനെ തരുതരി പോലെ വന്നാലും, അലർജിക് പിമ്പിൾസ് വന്നാലും ഈ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അത് താന്നു പോവുകയും പിന്നെ ഭയങ്കരമായിട്ട് ഇച്ചിങ്സും അതേപോലെ ഇറിറ്റേഷൻസും ഉണ്ടാവാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഫേഷ്യൽ ഹെയർ റിമൂവൽ എല്ലാവരും ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ സ്കിൻ കെയറിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഗ്ലോയിങ് സ്കിൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പം മറ്റൊരു ഇടയ്ക്കൊരു ടൈമിൽ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള സ്കിന്നാണ് ഇഷ്ടമെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലോയിങ് ഷൈനിങ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്കിന്നുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ, സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പല പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ചിലപ്പോൾ അലർജിക്ക് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന സെൻസിറ്റീവ് സ്കിൻകാരുണ്ടെങ്കിൽ ഈ ഒരു അലോവേര ജെല്ല് നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അലോവേര ജെൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹാർഷായിട്ടുള്ള കെമിക്കൽ ഫീലിങ്സും ഒന്നും എടുത്ത് ചാടി വാരി തേക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റിയ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങി യൂസ് ചെയ്യുക. അങ്ങനെ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസും കാര്യങ്ങളും വരുവാണെങ്കിൽ ഈ ഒരു അലോവേര ജെൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ അലോവേര ജെൽസ് ഒക്കെ എന്ന് പറയുന്നത്
നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടുമുറ്റത്തില്ലേ, അതങ്ങോട്ട് പറിച്ചങ്ങോട്ട് മുഖത്ത് തേച്ചാൽ പോരെ, അല്ലെങ്കിൽ എന്താ ഇതൊക്കെ വാങ്ങി വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഒരുപാട് ഹോം റെമഡീസും കാര്യങ്ങളും ഒക്കെ കാണുന്നു അലോവേര ജെല്ല് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന. നിങ്ങൾ ഒന്ന് ഓർക്കുക, ഈ അലോവേര എന്ന് പറയുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു കാക്ടസ് ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് ആണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മിനറൽസും എല്ലാം അബ്സോർബ് ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് വെള്ളം കൂടുതലായിട്ട് വേണ്ട. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സിറ്റി ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അലോവേര ജെല്ല നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പണി കിട്ടും, ഷുവർ ആയിട്ട് പണി കിട്ടും. കാരണം എന്ന് വെച്ചാൽ അവിടെ പൊല്യൂഷൻ കൂടുതലാണ്. നമ്മുടെ വാഹനങ്ങളുടെ പുകയും മറ്റു പൊല്യൂഷൻസും ഒക്കെ കൂടുതലാണ്. അങ്ങനെ കൂടുതലായത് കൊണ്ട് തന്നെ നമുക്കത് സ്കിന്നിന് പണി കിട്ടാനാണ് ചാൻസ് കൂടുതൽ. എന്നാൽ അവിടെ നിന്ന് നമ്മൾ ഉള്ളോട്ട് വരുമ്പോൾ ഈ ഗ്രാമപ്രദേശം അങ്ങനെയുള്ള വില്ലേജസിൽ വളർന്ന അലോവേര ജെൽ ആകുമ്പോൾ കുറെ കൂടി ബെറ്റർ ആയിരിക്കും. എന്നാലും നമ്മൾ പ്ലാന്റിൽ നിന്ന് നേരിട്ടുള്ള ആ പൾപ്പെടുത്ത് സ്കിന്നിനും ഹെയറിനും ഒക്കെ യൂസ് ചെയ്യുന്നത് കൂടുതൽ ബെറ്റർ അല്ല. പണ്ടത്തെ അമ്മൂമ്മമാരാണെങ്കിൽ പോലും ഈ അലോവേര ജെൽ എടുത്ത് ഇടിച്ചു പൊളിച്ച് തലയിൽ തേക്കാൻ പറയുന്നില്ല, അവർ എണ്ണ കാച്ചി ആ ഒരു പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള അലോവേര കട്ട് ചെയ്ത് അത് ഫേസിൽ തേക്കുമ്പോൾ തന്നെ ചിലർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ അലോവേര ജെല്ല് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, അലോവേര ജെൽ അതായത് ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന അലോവേര പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ജെല്ല് ശരിയായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ പണി തരും. അപ്പോൾ അത്രയും റിസ്ക് എടുക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും നമ്മൾ നല്ലൊരു അലോവേര ജെല്ല് വാങ്ങി നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടാണ് ഈ ഒരു ബ്ലൂ മിസ്റ്റിന്റെ അലോവേര ജെൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറെ അലോവേര ജെൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ കൂടെ എന്റെ ഒരു സ്കിൻ കെയറിന്റെ കൂടെ എപ്പോഴും ഞാൻ ഒഴിച്ചു കൂട്ടാത്ത ഒരു സാധനമാണ് അലോവേര ജെൽ. കാരണം എനിക്ക് എപ്പോഴാണ് ഈ ഒരു അലർജിക്ക് ഉണ്ടാവുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പണ്ടൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അത് ടാബ്ലറ്റ് അല്ലെങ്കിൽ ഇൻജെക്ഷൻസ് ആണ് ഈ അലർജി ഒക്കെ വരുമ്പോൾ തരുന്നത്. അപ്പോൾ ഞാനൊരു അലർജിക് നേച്ചറാണ് എൻ്റെ സ്കിന്നാണെങ്കിലും, അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുമാണ്. അപ്പോൾ ഇങ്ങനെ തരുന്നത്. അപ്പോൾ ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നാണ് എനിക്ക് കുറച്ച് നമ്മളൊരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് സീരിയസ്ലി ഇങ്ങനെ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. അങ്ങനെ കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോഴാണ് അലോവേര ജെൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ബെറ്റർ അലോവേര ജെൽ വാങ്ങണം. ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ള അലോവേര ജെൽ എന്ന് പറയുന്നത് പതഞ്ജലിയാണ്. പക്ഷെ പതഞ്ജലി എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ സെക്കൻഡ് ചൂസ് ചെയ്തിട്ടുള്ളത് ഫോറെവർ ആണ്. ഫോറെവറും ഇതേപോലൊരു കമ്പനിയാണ്, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ് ഫോറെവർ. കാരണം ഞാൻ യൂസ് ചെയ്ത് രണ്ട് മൂന്ന് ബോട്ടിൽ യൂസ് ചെയ്തൊരു വ്യക്തി, 2-3 ട്യൂബ് യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അലോവേര ജെൽ ഇപ്പം എനിക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അത് എല്ലാവർക്കും അഫോർഡബിൾ അല്ല ഫോറെവറിന്റെ അലോവേര ജെല്ല്. കാരണം അത്രത്തോളം നല്ലതാണെങ്കിൽ പോലും അത് അഫോർഡബിൾ അല്ല. ചിലപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റണമെന്നില്ല. എന്നാൽ ഈ ഒരു ബ്ലൂ മിസ്റ്റിന്റെ അലോവേര ജെല്ല് ഭയങ്കര ബെസ്റ്റ് ആണ്, ഭയങ്കര സൂപ്പറാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം 360 രൂപയേ ഉള്ളൂ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരേപോലെ അഫോർഡബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂ മിസ്റ്റിന്റെ റിവ്യൂമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലൂ മിസ്റ്റിന്റെ അലോവേര ജെൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് പാരബൻ, ആൽക്കഹോൾ, ഫ്രാഗ്രൻസ്, കളർ ഫ്രീ ആണെന്ന്. അത് മാത്രമല്ല 99% ഇതിൻ്റെ അകത്ത് അലോവേര ജ്യൂസ് ആണ്. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പലതിൻ്റെ അകത്തും പല കെമിക്കൽസും ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് കുട്ടികൾക്കും യൂസ് ചെയ്യാം. ഇപ്പൊ കൊതുക് കുത്തിയുള്ള ഇത് വരുന്ന ഇച്ചിങ്സ് വരുന്നുണ്ടും പിന്നെ അല്ലാതുള്ള ഇച്ചിങ്സിനും ഒക്കെ ഇത് യൂസ് ചെയ്യാം. ചൂടുകുരു വരിക, ഇപ്പം നമ്മുടെ ചൂട് സമയത്തുള്ള ചൂടുകുരു അവർക്ക് നല്ലൊരു റിലീഫ് കിട്ടും. കാരണം ഈ ചൂടുകുരു വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചുരുന്ന് പൊളിക്കുമ്പോഴത്തേക്കും ഭയങ്കര. അപ്പൊ നമുക്ക് പിള്ളേർക്ക് അലോവേര ജെൽ യൂസ് ചെയ്യാൻ നമുക്കൊരു പേടിയായിട്ടു. അലോവേര ജെല്ലൊക്കെ നല്ലതിനെ എങ്ങനെ നോക്കി മേടിക്കാം, അങ്ങനെയൊക്കെ ഡൗട്ട് ഒന്നും വേണ്ട. ഈ ഒരു അലോവേര ജെല്ല് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന ഇറിറ്റേഷൻസിനും കാര്യങ്ങൾക്കും ഹെയറിനുണ്ടാകുന്ന ഇറിറ്റേഷൻസും കാര്യങ്ങൾക്കും നല്ലതാണ്. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഐബ്രോസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഴിയാറുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ ഞാൻ ഈ ഐബ്രോസിന്റെ അകത്ത് ഇത് വെച്ച് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുമായിരുന്നു. എനിക്ക് ഐബ്രോസ് റീഗ്രോത്ത് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരുപാട് ഹെൽപ്പ് എനിക്ക് ഈ ഒരു അലോവേര ജെല്ല് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇതുമായിട്ട് വന്നത്. എന്നെപ്പോലെ സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് ബുദ്ധിമുട്ടുന്നവരും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്, ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ
താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഓരോ റിവ്യൂവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.